അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ ഞെട്ടലോടുകൂടിയാണ് ഇന്ത്യ രാജ്യം അബുദാബിയിൽ നിന്നുള്ള ആ വാർത്ത കേട്ടത്. ഇതെൻ്റെ അവസാനത്തെ ഫോൺ കോളായിരിക്കാം. വൈകാതെ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. കഴിയുമെങ്കിൽ എന്നെ രക്ഷിക്കൂ. അബുദാബിയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഇന്ത്യൻ യുവതിയുടേതാണ് ഞെട്ടലുളവാക്കുന്ന ഈ അപേക്ഷ. അബുദാബിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ടതിന് പിന്നാലെ നാട്ടിലെ കുടുംബത്തോട് അവസാനമായി സംസാരിക്കുകയായിരുന്നു UP സ്വദേശിനിയായ 33 വയസ്സുള്ള ഷഹ്സാദി. ഇന്ത്യൻ ദമ്പതികളുടെ കുട്ടി മരിച്ചതിനെ തുടർന്ന് അവർ നൽകിയ കേസിലാണ് വീട്ടുജോലിക്കാരിയായിരുന്ന ഷഹ്സാദിക്കെതിരെ അബുദാബി കോടതി വധശിക്ഷ വിധിച്ചത്. അൽവത്ബ ജയിലിൽ കഴിയുകയായിരുന്നു ഷഹ്സാദി. അവസാന ആഗ്രഹമെന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിക്കാൻ ജയിൽ അധികൃതർ ഷഹ്സാദിയെ അനുവദിച്ചത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഷഹ്സാദി ഇത് തൻ്റെ അവസാന ഫോൺ കോളായിരിക്കുമെന്നും പറഞ്ഞു. സൗദി അറേബ്യയിലെ അബ്ദുറഹീമിന് സമാനമായ കേസ്. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി അബ്ദുറഹീമിൻ്റെ കേസിന് സമാനമാണ് ഷഹ്സാദിയുടെ സംഭവം. ഉത്തർപ്രദേശ് മദാവുദ് ഗൊയ്റമുകളായി ബാന്ദ സ്വദേശിനിയാണ് ഷഹ്സാദി. 2021 ഇവർ അബുദാബിയിലെത്തിയത്. നാട്ടിൽ ഉസൈർ എന്നയാളുമായി പരിചയത്തിലായ ഇവരെ അയാൾ ആഗ്ര സ്വദേശികളായ ദമ്പതികൾക്ക് വിൽക്കുകയായിരുന്നു. അവരാണ് ഷഹ്സാദിയെ അബുദാബിയിൽ എത്തിച്ചത്. ബാന്ദ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ദമ്പതികൾക്കും ഉസൈറിനും ഇയാളുടെ അമ്മാവൻ ഫൈസ്, ഭാര്യ നസിയ, മാതാവ് അഞ്ജും, സഹാന എന്നിവർക്കെതിരെ അധികൃതർ മനുഷ്യക്കടത്ത് ആരോപിച്ച് കേസെടുത്തു. ഇവർ നിലവിൽ ദുബൈയിലാണുള്ളത്. കുട്ടി മരിച്ചു. ഷഹ്സാദിയുടെ ജീവിതം അപകടത്തിലായി. ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള മകനെ നോക്കാനായിരുന്നു ഷഹ്സാദിയെ ഇവർ അബുദാബിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ കുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തോടെ ഷഹ്സാദിയുടെ ജീവിതം പ്രതിസന്ധിയിലായി. മകന്റെ മരണത്തിന് ഉത്തരവാദി ഷഹ്സാദിയാണെന്നാരോപിച്ച് ഫൈസും നസിയയും പരാതി നൽകിയതോടെയാണിത്. തുടർന്ന് പോലീസ് ഷഹ്സാദിയെ അറസ്റ്റ് ചെയ്യുകയും അബുദാബി കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. കോടതി വിധിക്ക് പിന്നാലെ ഷഹ്സാദിയുടെ പിതാവ് ഷബീർ ഖാൻ ജില്ലാ ഭരണകൂടത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടു. തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കയറാത്ത വാതിലുകളില്ല. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. കുട്ടിക്കാലം മുതൽ ദുരിതപൂർണമായ ജീവിതം നയിച്ചയാളാണ് ഷഹ്സാദി. ചെറുപ്രായത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പൊള്ളലേറ്റ് ഇവരുടെ മുഖത്ത് പരിക്കേറ്റിരുന്നു. COVID-19 കാലത്ത് റോട്ടി ബാങ്ക് ഓഫ് ബാന്തയിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ ആഗ്ര സ്വദേശിയായ ഉസൈറുമായി സമൂഹ മാധ്യമത്തിലൂടെ ഷഹ്സാദ് പരിചയത്തിലായി. മുഖത്തെ പരിക്കുകൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമെന്നും മികച്ച ഭാവി ജീവിതം സാധ്യമാകുമെന്നും ഇയാൾ ഷഹ്സാദിക്ക് ഉറപ്പ് നൽകി. ഇത് വിശ്വസിച്ചാണ് ഗ്രാമത്തിൽ നിന്ന് ഷഹ്സാദി ആഗ്രയിലേക്ക് എത്തിയത്. മുഖത്തെ പരിക്ക് ചികിത്സിക്കാമെന്ന ഉറപ്പിൽ 2021 നവംബറിൽ അബുദാബിയിലെത്തിച്ച ഷഹ്സാദിയെ ഉസൈർ തൻ്റെ ബന്ധുക്കളായ ഫൈസ്, നദിയ എന്നീ ദമ്പതികൾക്ക് കൈമാറി. ഇതിനിടെയാണ് ദമ്പതികളുടെ കുട്ടി മരിച്ചത്. ഇതിന് കാരണം ഷഹ്സാദിയാണെന്ന് ആരോപിച്ചു. എന്നാൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചതെന്ന് ഷഹ്സാദിയും പിതാവും വാദിച്ചു. ഇവർ മദാവുദ്ദി പോലീസ് സ്റ്റേഷനിൽ 2024 ജൂലൈ 15 പരാതി നൽകിയെങ്കിലും സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് അക്രം യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ഷബീർ പരാതിപ്പെട്ടു. UAEയിൽ നടന്ന കേസായതുകൊണ്ട് നടപടി സാധ്യമല്ലെന്നായിരുന്നു മുഹമ്മദ് അക്രമിൻ്റെ നിലപാട്. പിന്നാലെ കേസ് പരിഗണിച്ച അബുദാബി കോടതി 2023 ഷഹ്സാദിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. അവസാന പ്രതീക്ഷ ഇന്ത്യൻ അധികൃതരായിരുന്നു. ഈ മാസം 16 ഷഹ്സാദിയുടെ കുടുംബത്തെ തേടി ദുബായിൽ നിന്ന് ഫോൺ കോൾ എത്തിയതോടെയാണ് സംഭവം വീണ്ടും സജീവമായത്.
താൻ ഇപ്പോൾ ഏകാന്ത തടവിലാണെന്നും 24 മണിക്കൂറിനുള്ളിൽ തൻ്റെ വധശിക്ഷ നടപ്പാക്കുമെന്ന് ജയിലധികൃതർ പറഞ്ഞുവെന്നും ഷഹ്സാദി കുടുംബത്തോട് പറഞ്ഞു. തൻ്റെ അവസാന ആഗ്രഹമെന്ന നിലയിലാണ് കുടുംബത്തോട് സംസാരിക്കാൻ അധികൃതർ അനുവദിച്ചതെന്നും വ്യക്തമാക്കി. അതേസമയം ഈ ഫോൺ കോളിന് പിന്നാലെ മകളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷഹ്സാദിയുടെ കുടുംബം ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അപേക്ഷ സമർപ്പിച്ചു. കൂടാതെ അബുദാബി ഇന്ത്യൻ എംബസിയിലും ഇത് സംബന്ധമായ അപേക്ഷ നൽകിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെത്തിയ അബ്ദുറഹീം ജോലിക്ക് കയറി 28 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്വദേശി വീട്ടിലെ ഡ്രൈവറായ അബ്ദുറഹീം ചലനശേഷിയില്ലാത്ത 15 വയസ്സുകാരനായ അനസ് അൽ ഷഹരി എന്ന കുട്ടിയുമായി കാറിൽ പോകുമ്പോൾ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ശ്വസനയന്ത്രം അബദ്ധത്തിൽ കൈത്തട്ടി നീങ്ങുകയും കുട്ടി ശ്വാസം കിട്ടാതെ മരിക്കുകയുമായിരുന്നു. പക്ഷേ ശക്തമായ നിയമവ്യവസ്ഥയുള്ള സൗദിയിൽ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് 34 രൂപ ബ്ലഡ് മണി ദയാധനം നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമെന്നും കോടതി പറഞ്ഞു. തുടർന്നായിരുന്നു മലയാളികൾ ഒത്തൊരുമയോടെ കൈകോർത്ത് ഇത്രയും വലിയ സംഖ്യ സ്വരൂപിച്ചത്. എന്നാൽ മോചനം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അതിനിടെയാണ് നാം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ ആ വാർത്ത നമ്മളിലേക്ക് വന്നത്. ആ ഫോൺ കോൾ ഇനി വരില്ല. കുഞ്ഞു മരിച്ചെന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് തടവിൽ കഴിയുകയായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിനി ഷഹ്സാദി ഖാന്റെ ശിക്ഷ നടപ്പാക്കി. UAE വിദേശകാര്യ മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചതാണിത്. 33കാരിയുടെ വധശിക്ഷ ഫെബ്രുവരി 15 നടപ്പിലാക്കിയതെങ്കിലും വധശിക്ഷ നടപ്പിലാക്കിയ വിവരം ഫെബ്രുവരി 28 ഇന്ത്യൻ എംബസിയെ അറിയിച്ചതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. സംസ്കാര ചടങ്ങുകൾ മാർച്ച് 5 നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ സർക്കാർ തങ്ങൾക്കൊരു സഹായവും നൽകിയില്ലെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചു. മകളുടെ അവസ്ഥ അറിയാൻ ഷഹ്സാദിയുടെ പിതാവ് ഷബീർ ഖാൻ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതോടെയാണ് വധശിക്ഷ നടപ്പാക്കിയ വിവരം പുറത്തു വരുന്നത്. വർഷങ്ങളായി UAE അൽ വത്ബ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നു ഷഹ്സാദി. മകളെ രക്ഷിക്കാൻ കുടുംബം ഇന്ത്യൻ സർക്കാരിൽ നിന്ന് സഹായം തേടിയെങ്കിലും വിജയിച്ചില്ല. ഉസൈറിന്റെ നിർദ്ദേശപ്രകാരം പ്ലാസ്റ്റിക് സർജറിക്കുള്ള നിയമപരമായ വിസയിൽ 2021 നവംബറിൽ അബുദാബിയിലെത്തി. അതവരുടെ അവസാന യാത്രയായിരുന്നു. കുട്ടിക്കാലത്തുണ്ടായ ഗുരുതരമായ പൊള്ളലിന് വൈദ്യചികിത്സ ഉൾപ്പെടെ മികച്ച ഭാവിയാണ് മകൾക്ക് ഉസൈർ വാഗ്ദാനം ചെയ്തതെന്ന് പിതാവ് ഷബീർ ഖാൻ പറഞ്ഞു. 2022 ഓഗസ്റ്റിൽ ഫൈസിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിച്ചു. ഈ കുഞ്ഞിനെ നോക്കുന്ന ജോലിയായിരുന്നു ഷഹ്സാദിക്ക്. 2022 ഡിസംബർ 7 കുഞ്ഞ് മരിച്ചു. അതോടെ ഷഹ്സാദിയാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിക്കുകയായിരുന്നു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ ആശുപത്രി നിർദ്ദേശിച്ചെങ്കിലും മാതാപിതാക്കൾ അത് നിരസിക്കുകയായിരുന്നു. അന്വേഷണം നടക്കുകയും ഷഹ്സാദിയെ അറസ്റ്റ് ചെയ്യുകയും അബുദാബി കോടതി വധശിക്ഷ വിധിക്കുകയുമായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഷഹ്സാദി സമ്മതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുമുണ്ട്. എന്നാൽ ഇത് തൊഴിലുടമയും കുടുംബവും ഷഹ്സാദിയെ പീഡിപ്പിച്ചും മറ്റും പറയിപ്പിച്ചതാണെന്ന് ഷബീർ ഖാൻ പരാതിയിൽ ആരോപിക്കുന്നു. കുട്ടിയുടെ മരണം കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണെന്നാണ് ഷഹ്സാദിയും പിതാവും വാദിച്ചത്. 2023 സെപ്റ്റംബറിൽ ഷഹ്സാദിയുടെ അപ്പീൽ തള്ളിയിരുന്നു. UAE സർക്കാരിൽ ദയാഹർജിയും മാപ്പപേക്ഷയും സമർപ്പിക്കുന്നതുൾപ്പെടെ UAE ഇന്ത്യൻ എംബസി യുവതിക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ UAE സുപ്രീം കോടതിയായ കാസേഷൻ കോടതി 2024 ഫെബ്രുവരി 28 വധശിക്ഷ ശരിവച്ചു.
കഴിഞ്ഞ മെയ് മാസത്തിൽ ഷബീർ ഖാൻ പുതിയ ദയാഹർജി നൽകിയെങ്കിലും 2025 ഫെബ്രുവരി 14 ഷഹ്സാദിയുടെ ഫോൺ വരികയും വധശിക്ഷ ഉടൻ നടപ്പാക്കപ്പെടുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അവസാനമായി വീട്ടുകാരോട് സംസാരിക്കണമെന്ന ഷഹ്സാദിയുടെ അന്ത്യാഭിലാഷത്തെ തുടർന്നാണ് ഇതിന് കോടതി അനുമതി നൽകിയത്. മകളെ രക്ഷിക്കാൻ രാഷ്ട്രപതിക്ക് കത്തെഴുതുകയും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒന്നിനും കാത്തു നിൽക്കാതെ UAE സുപ്രീം കോടതി ആ വധശിക്ഷ നടപ്പാക്കി. അല്ലാഹു തആല ആ സഹോദരിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിലാണ് ആ സഹോദരി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗത്തിൽ ആ സഹോദരിയെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലുള്ള യാതൊരു സുഖങ്ങൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ദുരിതപൂർണമായ ജീവിതമായിരുന്നു ദുനിയാവിൽ അവർക്ക് ലഭിച്ചിരുന്നത്. ആഖിറത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അവർക്കും നമുക്കും സ്വർഗത്തിൽ വച്ച് കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.